നമസ്കാരം ഗൈസ്. ആർജിയാണ് നമ്മൾ രാത്രി ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോകുന്നത്. രാത്രി നമ്മുടെ ഫുഡ് ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ നമുക്ക് രാത്രിക്ക് ഫുഡിനായിട്ട് നമ്മൾ ശരിക്കും റവ വാങ്ങിക്കാൻ വെച്ചാൽ പോയതാണ്. കുറച്ച് റവ ഇരിപ്പുണ്ട്, ഇപ്പോൾ തികയൂല. അപ്പോൾ കുറച്ചുകൂടി റവ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ പറ്റ് കൂടി കൊണ്ട് റവ വാങ്ങിച്ചില്ല. ഒരു ഗ്ലാസ് തികച്ചില്ല. അതാണ്. അപ്പൊ 2 ഗ്ലാസ് റവ വേണം, എന്നാലും നമുക്ക് 2 പേർക്ക് തികയും. അതാണ് പ്രശ്നം. അപ്പൊ നമ്മള് ഇന്നലെ കഴിഞ്ഞ ദിവസം നൂഡിൽസ് ഇരിപ്പുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കി കഴിക്കാൻ വെച്ചിരിക്കാണ്. കഴിഞ്ഞ ദിവസം ലൈവ് വരാൻ വേണ്ടിട്ട് എളുപ്പ പണിക്ക് വേണ്ടി നൂഡിൽസ് വാങ്ങിച്ചതാണ്, പുതിയ നൂഡിൽസ്. അപ്പൊ അത് ഉണ്ടാക്കണം. അതുണ്ടാക്കി കഴിക്കാൻ വെച്ചു. പിന്നെ കറി ചൂടാക്കി വെക്കുന്നുണ്ട്. രാത്രിത്തെ ഇന്നലെ ഉണ്ടാക്കിയ കറി കേടായിട്ടില്ല. ഇന്നലെ ഉണ്ടാക്കി നമ്മുടെ കടലക്കറി തീർന്നിട്ടില്ല. അത് നമുക്ക് ചൂടാക്കി വെക്കാം. നമുക്ക് നാളെ കഴിക്കാൻ വേണ്ടി ഇടാക്കാം. ഫുള്ളും നീറ് ഒന്ന് കൂടെ വെച്ചിട്ട് ശല്യമാണ് കേസ് ഇവിടെ. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഗോതമ്പുണ്ട്. പക്ഷെ പന്നി ശല്യം കാരണം തേങ്ങയില്ല. കേസുള്ള തേങ്ങയൊക്കെ പന്നി കൊണ്ടുപോയിട്ട് വേറെ തേങ്ങയൊന്നുമില്ല. പിന്നെ കേസ് നമ്മൾ ഇൻസ്റ്റന്റ് നൂഡിൽസിനെ ഒരിക്കലും ആർക്കും വാങ്ങിച്ചിട്ട് പറയില്ല. പിള്ളേർക്കും വാങ്ങിച്ചു കൊടുക്കരുത്. ഹെൽത്തി അല്ല ശരിക്കും. പിന്നെ നമുക്കിപ്പോ അതാണ്, നമുക്ക് വേറെ ഇതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളാരും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം, അല്ലേ നിഷു? അപ്പോൾ കേസ് നമ്മൾ നൂഡിൽസ് കഴിച്ചു തുടങ്ങി. നൂഡിൽസ് നമ്മൾ രാത്രി ഡിന്നർ നിഷു കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. പുതിയ ഒരു വലിയ ഫേമസ് അല്ലാത്ത ഒരു നൂഡിൽസ് ആണ്. എന്തായാലും ഹെൽത്തി അല്ലാത്ത വയസ്സാണ്. അവിടെ നിങ്ങളാരും അധികം വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിള്ളേരൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ പറഞ്ഞ അവസാനം അതുകൊണ്ട് കൊടുക്കരുത് പിള്ളേർക്ക്. പിള്ളേർ വീഡിയോ ആരും കഴിക്കാൻ നിൽക്കരുത്. ശരീരത്തിന് കേടായ സാധനമാണ്. പിന്നെ നമുക്ക് വിശപ്പിന് വേണ്ടി വേറെ സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കണം. എന്തായാലും വാങ്ങിച്ച് കളയാൻ പറ്റില്ലല്ലോ. അവിടെ ഉണ്ടാക്കി കഴിക്കാണ്. തേങ്ങ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയാണ്. കിലോന് 80 സംതിങ് രൂപയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കട്ടെ. ഫൈനലി ആഴ്ച കഴിക്കാൻ തുടങ്ങുകയാണ്. ഉറുമ്പുകുട്ടിന്റെ അകത്താണ്, ആ കുഞ്ഞടപ്പിന്റെ അകത്തുണ്ട്. ഇവിടെ ഒന്നും വെക്കാൻ വേണ്ടി പറ്റണില്ല ഗൈസ്. എല്ലാത്തിലും പുളിയുറുമ്പ് കൂട് വെക്കുക. അതാണ് പുട്ടും കുറ്റീന്റെ അകത്തൊക്കെ വന്നിട്ട് കൂട് വെച്ചിരിക്കണം. പുട്ട് മാത്രമല്ല, ഫുഡ് എടുത്ത് വെച്ചാൽ ഫുഡിനകത്തും വന്ന് കയറും. ഇവിടെ ചെയ്യുന്ന പച്ചക്കറിയിലേക്ക് ഉറുമ്പൊന്നും കയറണം, എല്ലാത്തും കയറണം. ഭയങ്കര ശല്യമാണ്, ഭയങ്കര പുളിയുറുമ്പ് ശല്യം. ഇനി മറ്റേ ഇത് വാങ്ങിച്ചടിക്കണം. എന്തോന്ന് പറയണത് അതിന്? ഹിറ്റൊന്നുമല്ല, പുളിയുറുമ്പിന്റെ മാത്രമായിട്ടുള്ള ഒരു മരുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര വിലയാണ്. 10 എന്തായാലും ഇതൊക്കെ ഉള്ളവന്റെ വീട്ടിൽ പോയി കൂടിച്ചു. നമ്മളെ വീട്ടിൽ വന്നിട്ട് എന്തിനാണ് പാത്രം? ആകെ 5-6 പാത്രമേ ഉള്ളൂ. ആ പാത്രത്തിന്റെ അകത്താണ് അന്ന് കൂട്ടു വെച്ചിരിക്കുന്നത്. ആരെങ്ങനെ തകൃതിയായിട്ട് കഴിക്കുകയാണ്.